ഹായ്, എൻ്റെ പേര് ഷാനി. ഞാൻ IRSലെ OET Crash Courseലെ ട്രെയിനറാണ്. അപ്പം ഈ 3 പേര് നമ്മുടെ റീസെന്റ് ക്രാഷ് ബാച്ചിൽ നിന്ന് OET പാസ്സായ സ്റ്റുഡൻസ് ആണ്. നമുക്ക് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, അശ്വതി എക്സ്പീരിയൻസ് പറയാം. യെസ് മാം, എൻ്റെ പേര് അശ്വതി. ഞാനിവിടെ കുമരകത്തുനിന്ന് വരുന്നു. ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് എഴുതിയ എക്സ്പീരിയൻസ് ഉള്ള കാരണം അതുകൊണ്ടാണ് ക്രാഷ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്ന് 1 മന്ത് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നേരത്തെ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് കാരണം 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 1 മന്ത് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. 2 മന്ത് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ഇവിടുത്തെ ട്യൂട്ടേഴ്സ് നല്ല കോപ്പറേറ്റീവ് ആണ്. അതുപോലെ തന്നെ ദിവസവും നമുക്ക് 4 മോഡ്യൂളും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ് രാവിലെ 9 സ്റ്റാർട്ട് ചെയ്താൽ ആ ഓർഡറിൽ തന്നെ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്ന നിലയിൽ. പിന്നെ സ്പീക്കിംഗ് ആണെങ്കിലും ഡെയിലി ഡിഫറെന്റ് ട്യൂട്ടേഴ്സിന്റെ അടുത്താണ് നമ്മൾ സ്പീക്കിങ്ങിന് പോകുന്നത്. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഡിഫറെന്റ് ഒപ്പീനിയൻ നമുക്ക് ദിവസവും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ സിമുലേറ്റഡ് എക്സാംസ് ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആ എക്സാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ റിയൽ OET എക്സാമുമായിട്ട് ഒത്തിരി മാച്ച് അതുപോലെ തന്നെയായിരുന്നു. സെയിം ആയിട്ടായിരുന്നു വരുന്നത്. പിന്നെ നേരത്തെ പഠിച്ച പിള്ളേരാണെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഈ എക്സാം ഒന്നും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യണം. സിമുലേറ്റഡ് എക്സാം നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ചില മോഡ്യൂൾസിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ അതുപോലെ സിമിലാരിറ്റി വീണ്ടും വീണ്ടും വരാറുണ്ട്. അത് കാരണം ഒരെണ്ണം പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുതെന്ന് പറയാറുണ്ടായിരുന്നു. Okay, thank you, Ashwati. Then, Annie, you can tell your experience about IRS. എൻ്റെ പേര് ആനി ജോസഫ്. ഞാൻ IRSൽ വന്ന് ജോയിൻ ചെയ്തു. 1.5 മാസത്തെ ക്രാഷ് കോഴ്സ് ആണ് ഞാൻ എടുത്തത്. എനിക്കത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ വേറെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അപ്പോൾ അവിടെ കിട്ടുന്നത് പോലെ അല്ല എനിക്ക് ഇവിടെ കിട്ടിയ എൻ്റെ എക്സ്പീരിയൻസ്. എനിക്കത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതിൽ എൻ്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് IRSൽ വന്നിട്ടാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിലൻ സാറിന്റെ, എസ്പെഷ്യലി മിലൻ സാറിന്റെ മാസ്റ്റർ ക്ലാസ് എനിക്ക് ഭയങ്കര എഫക്റ്റീവായി. എല്ലാം ഓക്കെ ആക്കി തരുന്നത്. എക്സാമിന് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി IRSൽ നിന്ന്. അതുപോലെയായിരുന്നു എനിക്ക് കിട്ടിയ ടീച്ചിങ്. എനിക്ക് അതുപോലെ നല്ലൊരു എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് ക്ലാസ്സുകളെല്ലാം. എനിക്ക് ക്ലാസ്സുകളൊന്നും മിസ്സാക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഒരു ദിവസം വന്നില്ലെങ്കിൽ ആ നല്ലൊരു മെറ്റീരിയൽ എനിക്ക് മിസ്സാകുന്നത്. കാരണം ഇവിടുത്തെ മെറ്റീരിയൽ അതുപോലെ ടഫ് മെറ്റീരിയൽ ആണ്. പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെട്ടു. എക്സാം ഹാളിൽ ചെന്നപ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് IRSലെ മെറ്റീരിയൽ ഇത്രയും നല്ല എഫക്റ്റീവ് ആകുന്നേ എന്നുള്ളത്. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത് കൊണ്ട് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. IRSൽ ഞാൻ ഇനി വരുന്ന കുട്ടികളെ ഞാൻ IRSലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. കാരണം എന്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. IRS പഠിച്ചത് കൊണ്ട് തന്നെ അവർ എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അതുകൊണ്ട് എനിക്കും എന്റെ ഗോളിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അതുകൊണ്ട് IRSനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ ടീച്ചേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Okay, Nimisha, you can say your experience. How was IRS? എൻ്റെ പേര് നിമിഷ ജോമ. ഞാൻ തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ റീസെന്റ് ആയിട്ട് OET ക്രാഷ് ബാച്ചിൽ നിന്ന് പാസ്സായ സ്റ്റുഡന്റ് ആണ്. ഞാൻ പ്രീവിയസ്ലി എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടായിരുന്നു എനിക്ക് IRSൽ നിന്ന് കിട്ടിയ എക്സ്പോഷർ. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ മെറ്റീരിയലും എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എല്ലാ ദിവസവും നമുക്ക് ഈച്ച് മൊഡ്യൂൾസ് നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. വിത്ത് എക്സ്പ്ലനേഷൻസോട് കൂടിയിട്ടാണ് അവർ നമുക്കത് പറഞ്ഞു തരുന്നത്. പിന്നെ റൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ കറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാഡംസിനോട് ചോദിക്കുമ്പോൾ അവർ വളരെ അപ്രോച്ചബിൾ ആയിരുന്നു. പിന്നെ റീഡിങ്, ലിസണിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലാസ്സിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സ് അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെയും നമുക്ക് ഇപ്പൊ ഇൻ കേസ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും ആ ഓഡിയോ ലിസണിങ് ആണെന്നുണ്ടെങ്കിലും ഓഡിയോ പിന്നെയും നമ്മളെ കേൾപ്പിച്ച് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടി അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോട് കൂടിയിട്ട് അത് നമുക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നത്. വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതേപോലെ എനിക്ക് റീഡിംഗ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. പക്ഷെ ഷാനി മാമും പിന്നെ അതുപോലെ വിൻസി സാർ, ഞാൻ വന്ന സമയത്ത് ക്രാഷില് വിൻസി സാർ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ OET പാസ്സാകുന്നതിന് കാരണം അത് തന്നെയായിരുന്നു. അപ്പം ഇവരുടെ എക്സ്പീരിയൻസ്, IRSനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായി. OET 3-4 വട്ടം കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അശ്വതിയുടെ ഇത് തേർഡ് അറ്റംപ്റ്റ് ആണ്. ആനിയുടെ 4th അറ്റംപ്റ്റ് ആണ്. നിമിഷയുടെ 2nd അറ്റംപ്റ്റ് ആണ്. എന്നാലും അവർ പറയുന്നുണ്ട് മൊത്തത്തിൽ ഡിഫറൻസ് ആണ് അവർക്ക് ഫീൽ ചെയ്ത് കമ്പയർഡ് ടു പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പം ഞാനും എല്ലാവരെയും സജസ്റ്റ് ചെയ്യുവാണ് IRSലേക്ക്. ക്രാഷ് കോഴ്സും ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ റെഗുലർ ബാച്ചസും ഉണ്ട്. സോ താങ്ക് യു.